ഹായ് ഗൈസ്, ഞാൻ രേണു. ഇത് ഇന്നലത്തെ വ്ളോഗാണ്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഇതിപ്പോൾ നമുക്ക് കുറച്ച് കാട് കയറിയ ഭാഗങ്ങളൊക്കെ നാളെ തൊട്ട് അത്തം തുടങ്ങുകയാണല്ലോ, അതായത് സൺഡേ തൊട്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കാൻ ഉള്ള പരിപാടിയാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മുടക്കൊക്കെയാണ്. അപ്പോൾ ഞാനും ഏട്ടനും വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളത് വൃത്തിയാക്കാം, ഈ ഭാഗമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ നമ്മുടെ ആ കാണുന്ന പോസ്റ്റ് തൊട്ട് അവിടെ കാണുന്ന ആ പോസ്റ്റ് തൊട്ട് ഇപ്പുറ ഭാഗത്തെ പോസ്റ്റ് വരെ നമ്മളൊന്ന് റോഡും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ അറ്റം കാണുന്ന പോസ്റ്റും കൂടി നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം വൈകിട്ടായി കഴിഞ്ഞാൽ ഉണ്ണിയോളൊക്കെ കളിക്കാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കിടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവിടെ നിറച്ച് പാമ്പിൻ്റെ ശല്യങ്ങളുണ്ട്. ഉള്ളിൽ കളിക്കാനൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഒന്ന് വൃത്തിയായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനമ്മയും അങ്ങനെ പറമ്പ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം അതിന് പറമ്പിലേക്ക് കൈകാര്യം ചെയ്യാനുള്ള കുറേ ഉപകരണങ്ങളുണ്ടാവും. ഇങ്ങനെ മണ്ണ് ഇങ്ങനെ എനിക്കതിനെന്താ പറയാമെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഒരു പല്ല് പോലത്തെ ഒരു കമ്പിയില്ലേ നമ്മളിങ്ങനെ ചവറൊക്കെ വാരാൻ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനത് വെച്ച് നമുക്ക് വലിച്ചാൽ കിട്ടുന്ന പോലത്തെയൊക്കെ വലിച്ച് ഓരോ മുക്കിലായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചു. അടിച്ചു വാരി പോണത് മാക്സിമം ഞാൻ അടിച്ചു വാരി കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഒരു മിക്ഷ്യൻ വെച്ചിട്ട് നമ്മളൊരാളെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ആൾ മിക്ഷ്യൻ വെച്ച് ചെയ്തപ്പോൾ നമുക്കവിടെ ഒരു വെള്ളമുളകിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ചൊക്കെ നിലത്ത് വീണു, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി മൂത്തതും കൂടി പൊട്ടിച്ച് ഞാനിങ്ങോട്ട് എടുത്തു വെച്ചു. പിന്നെ ഏട്ടന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നാളെ പിറ്റേ ദിവസം അത്തക്കളത്തിനുള്ള പരിപാടി നോക്കുകയാണ്. സാധാരണ അമ്മയാണ് ഇതൊക്കെ ചെയ്തു തരാറ്. ഇപ്രാവശ്യം ഞാൻ ഏട്ടനോട് പറഞ്ഞു ചെയ്തു തരാൻ. വേറെ ഒന്നല്ല, നമ്മളിവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു തുറന്നത്. അപ്പോൾ നല്ല മഴയത്ത് നിന്ന് ഞാൻ കുടയും ചൂടിയിട്ടൊക്കെയാണ് പൂക്കളിട്ടത്. സത്യം പറഞ്ഞാൽ അതിനുള്ള പണിക്ക് വേണം. കാര്യം അമ്മ കാർപോച്ചിൽ സെറ്റാക്കി തന്നതായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വേണ്ട അമ്മ, മുറ്റത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ മുറ്റത്ത് വെച്ച് സെറ്റാക്കി തന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അമ്മോട് പറയാത്ത വേറെ ഒന്നുമല്ല, എനിക്ക് ഇത്തിരി വലിപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. സാധാരണ ഒരു ടയർ വെച്ചിട്ട് ആണ് അമ്മ ചെയ്തു തരാറ്. അപ്പോൾ ഇത്തിരി കൂടി വലിപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം, എന്തായാലും ഏട്ടൻ്റെ മുടക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏട്ടനത് ചെയ്യാമെന്നായിരുന്നു. ഞാനാണെച്ചാൽ അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ അടിച്ച് ആ ഭാഗത്തൊക്കെ അടിച്ച്. പിന്നെ ഈ ചെടി കണ്ടോ, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അങ്ങോട്ട് പൊട്ടിച്ച് അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ ഓരോ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നീട്ടി വെച്ചപ്പോൾ അത് നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നേരെ ഉച്ചയ്ക്ക് ആയപ്പോൾ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിവിടെ അടുത്തുള്ള പള്ളിയിലത്തെ പറമ്പിലാണ് പണി. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ദിവസമായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ വന്നപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തകർത്ത് പണിയിൽ. അപ്പോൾ അമ്മ നോക്കി നിന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു തരാടാന്ന് പറഞ്ഞിട്ട് അമ്മ ഇറങ്ങി. പിന്നെ ഞാൻ കണ്ടില്ലേ, എൻ്റെ ശരീരം എൻ്റെ അധ്വാനത്തോട് പൊരുത്തപ്പെടുന്നില്ല. എനിക്കാണെന്ന് വെച്ചാൽ പകുതിയില്ല ഭാഗത്തോളാകുമ്പോഴേക്കും എനിക്ക് വയ്യാതായി. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടാവുമെന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ അടിച്ചു വാരിയിട്ട് നമ്മൾ പിന്നിലെ പറമ്പിലാണ് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, എല്ലാം നമ്മുടെ കഴിഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോയും കൂടി എടുക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളെ കഴിഞ്ഞു, ഇത്ര ഭാഗമല്ല മൊത്തത്തിൽ കഴിഞ്ഞു. ആയിരിക്കുന്ന ആ ഒരു വേസ്റ്റും കൂടി കൊണ്ടുവന്ന് ഇനി പിന്നിലിട്ടാൽ മതി. ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞു, കളം മെഴുകലും കഴിഞ്ഞു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ മഴ ചെറുതായി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഷീറ്റ് വെച്ചിട്ട് മറച്ചിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെന്തായാലും ഓണത്തിന് വരവേൽക്കാൻ ഒരുങ്ങി. നിങ്ങൾ ഒരുങ്ങിയോ?